കാരണം ഞാൻ ഡോക്ടർ അനിൽ കേരളത്തിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ്. കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസിന് കീഴിലുള്ള പാലക്കാടുള്ള ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടില് ട്രെയിനി എഞ്ചിനീയർമാർ, അത് ഗ്രാജുവേറ്റ് ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്, അതിന്റെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. 2025 ഡിസംബർ 30 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുകയും കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും കൂടി ചെയ്യുക. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസിന് കീഴിലൊരു സ്ഥാപനമാണ് പാലക്കാട് കഞ്ചിക്കോട്ട് പ്രവർത്തിക്കുന്ന ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത്. അവിടെയാണ് ട്രെയിനി എഞ്ചിനീയർമാരുടെ ഒഴിവുകളുള്ളത്. അതിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ഉണ്ട്, ഡിപ്ലോമ എഞ്ചിനീയർ ഉണ്ട്. രണ്ടും കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ആദ്യം ഒരു വർഷം ട്രെയിനിങ് ആയിരിക്കും, അതിനുശേഷം 3 വർഷത്തേക്കായിരിക്കും നിയമനം. അത് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും. 3 വർഷം വരെ കോൺട്രാക്ട് കൊടുക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്ന നിലയിൽ തീർച്ചയായും നല്ല ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനുള്ള അവസരമാണ് ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഓൾറെഡി തന്നെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. നവംബർ 26 മുതൽ ഡിസംബർ 30 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. പോസ്റ്റിന് ഡീറ്റെയിൽസ് നോക്കാം. ട്രെയിനി എഞ്ചിനീയർ, ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിൻ, അതായത് BE അല്ലെങ്കിൽ BTech ബിരുദമുള്ളവർക്ക് 15 വേക്കൻസികളാണുള്ളത്. മെക്കാനിക്കല്, ഇൻസ്ട്രുമെന്റേഷന്, ഇലക്ട്രിക്കല്, സിവിൽ എന്നീ ബ്രാഞ്ചുകളാണ് ഒഴിവുള്ളത്. 30 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. രണ്ടാമത് ട്രെയിനി എഞ്ചിനീയർ ഡിപ്ലോമ ആണ്. ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ള 10 വേക്കൻസികളാണുള്ളത്. അതിൽ മെക്കാനിക്കല്, ഇൻസ്ട്രുമെന്റേഷന്, ഇലക്ട്രിക്കല്, സിവിൽ എന്നീ ബ്രാഞ്ചുകളാണുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 28 വയസ്സാണെന്ന കാര്യം കൂടി മനസ്സിലാക്കാം. ഇതിലേക്കുള്ള ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റ് ആയ www.fcrindia.com എന്ന സൈറ്റ് /careers എന്ന സൈറ്റിൽ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഈ സൈറ്റ് വഴി നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും. ഈ സൈറ്റിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ഫോം ഡൗൺലോഡ് ചെയ്ത് ഇമെയിലായിട്ട് നമ്മൾ അപേക്ഷിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. മറ്റു ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, ഇനി ഡീറ്റെയിൽഡ് വേക്കൻസികളുടെ എണ്ണം പറയുകയാണെങ്കിൽ, മെക്കാനിക്കൽ 9 ഒഴിവുകൾ, ട്രെയിനിങ് എഞ്ചിനീയർ, ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിങ് ആണ്, BTech ബിരുദം ഉള്ളതിൽ മെക്കാനിക്കൽ 9 ഒഴിവുകൾ, ഇൻസ്ട്രുമെന്റേഷൻ 4 ഒഴിവുകൾ, ഇലക്ട്രിക്കലും സിവിലും ഓരോ ഒഴിവ് വീതമാണുള്ളത്. ആകെ 15 ഒഴിവുകളാണുള്ളത്. ഞാൻ പറഞ്ഞാൽ 30 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. OBC. അതിൽ അടുത്ത രണ്ടാമത്തെ കാറ്റഗറി എന്നുള്ളത് ട്രെയിനിങ് എഞ്ചിനീയർ ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ളതിൽ ആകെ 10 ഒഴിവുകളാണ് പറഞ്ഞത്. മെക്കാനിക്കൽ 4, ഇൻസ്ട്രുമെന്റേഷൻ 4, ഇലക്ട്രിക്കലും സിവിലും ഓരോ ഒഴിവുകൾ വീതമാണ്. ഇതിലേക്ക് 28 വയസ്സാണ് വരുന്ന പ്രായപരിധി എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇതിലേക്ക് അപേക്ഷിച്ചിരിക്കുന്ന അവസാന 30-ാം തീയതിയാണ്, ഡിസംബർ 30 ആണെന്ന കാര്യം കൂടി ഞാൻ പറഞ്ഞു. നമുക്ക് ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, സെലക്ട് ചെയ്യുന്നവർക്ക് ഒരു വർഷം ട്രെയിനിങ് ആയിരിക്കും. അതിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി അല്ലെങ്കിൽ ട്രെയിനിങ് എഞ്ചിനീയർ ഡിപ്ലോമ എന്ന പോസ്റ്റിലായിരിക്കും ഒരു വർഷത്തേക്ക് നിയമനം ലഭിക്കുക. ആ സമയത്തേക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും, മറ്റ് ആനുകൂല്യമൊന്നും ലഭിക്കത്തില്ല. അതിൽ BE BTech കഴിഞ്ഞവർക്ക് പ്രതിമാസം 28,000 രൂപ സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും. ഡിപ്ലോമ കഴിഞ്ഞവർക്കാണെങ്കിൽ 21,000 രൂപയായിരിക്കും സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുക. അവരുടെ പെർഫോമൻസ് ഒക്കെ ഇടയ്ക്കൊക്കെ അസസ്മെന്റ് നടത്തും എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ ടെസ്റ്റ്, അസൈൻമെന്റ്, ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവും. അതിനുശേഷം അതിൽ ഒരു വർഷം ട്രെയിനിങ്ങിന് ശേഷം ഒരു സെഷൻ എൻഡിങ് അസസ്മെന്റ് ഉണ്ടാവും. ആ ഇന്റേൺഷിപ്പ് 1 ഇയർ പീരീഡിന് ശേഷം അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്കാണ് നിയമനം ലഭിക്കുക. അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് ട്രെയിനിങ് എഞ്ചിനീയർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് എഞ്ചിനീയർ ഡിപ്ലോമ എന്നിങ്ങനെ ക്വാളിഫൈ ചെയ്യുന്നവർക്ക്, BTech കഴിഞ്ഞവർക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രാജുവേറ്റ് എന്ന പോസ്റ്റിലേക്കും, അസോസിയേറ്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കും, അതുപോലെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കുമായിരിക്കും നിയമനം ലഭിക്കുക. 3 വർഷത്തേക്കായിരിക്കും നിയമനം. ആദ്യം ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്ട് ആണ്, പിന്നെ അത് 3 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഓരോ വർഷവും 10% വീതം ശമ്പളം ഇൻക്രിമെന്റ് ആയിട്ട് ലഭിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞ ശ്രദ്ധിക്കുക, ഒരു വർഷമെങ്കിലും മിനിമം കമ്പനിയിൽ ജോലി ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി. ഇന്ത്യക്കാരായിട്ടുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി എന്നുള്ള റിക്വയർമെന്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാ സെമസ്റ്ററിലും 65% മാർക്ക് നിർബന്ധമായി. 10ാം ക്ലാസ് മുതൽ എല്ലാ സെമസ്റ്ററിലും 65% മാർക്കുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫുൾ ടൈം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതായത് BTech ആണെങ്കിൽ 4 വർഷം തന്നെ കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. അതുപോലെ ഡിപ്ലോമ ആണെങ്കിൽ 3 വർഷം തുടർച്ചയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ എലിജിബിൾ ഉള്ളൂ. എന്നാൽ SC കാരുള്ളവർക്ക് 5% മാർക്കുകളുണ്ടവർക്ക് 60% മാർക്ക് മതി. മറ്റവർക്ക് ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സും 65% മാർക്ക് ഉണ്ടാവും. അതുപോലെ ഏജ് റിലാക്സേഷൻ കാര്യം പറഞ്ഞു. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റൂൾസ് അനുസരിച്ചുള്ള ഇവിടെയും ബാധകമായിരിക്കും.
അതിലേക്ക് ടെസ്റ്റും ഇന്റർവ്യൂ ഉണ്ടാകും റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ റിട്ടേൺ ടെസ്റ്റിന്റെ സിലബസ് നമ്മുടെ ക്വാളിഫിക്കേഷന് അനുസരിച്ചായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിപ്ലോമയുടെ സിലബസും ബിടെക് ആണെങ്കിൽ അതാത് വിഷയത്തിലുള്ള ബിടെക്കിന്റെ സിലബസും ഉള്ള രീതിയിലായിരിക്കും. ചോയ്സ് ടെസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 2 സെക്ഷൻസ് ഉണ്ടായിരിക്കും. 1.5 മണിക്കൂർ നിൽക്കുന്ന പരീക്ഷയിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, കറണ്ട് അഫയേഴ്സ്, ലോജിക്കൽ റീസണിംഗ്, ന്യൂമറിക്കൽ പറ്റിയൊക്കെ 30 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട 50 ചോദ്യങ്ങളുണ്ട്. അങ്ങനെ 80 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക. 1.5 മണിക്കൂർ സമയമായിരിക്കും ലഭിക്കുക. അതിൽ ടെസ്റ്റിൽ 30% മാർക്കിലും ക്വാളിഫൈ ചെയ്യുന്നവരെ ഇന്റർവ്യൂവിന് വിളിക്കും. അതിനുശേഷമായിരിക്കും ഇന്റർവ്യൂ. അപ്പൊ ഇന്റർവ്യൂവിന് TAD ഒന്നും ലഭിക്കത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്റർവ്യൂവിന്റെ സമയത്ത് നിങ്ങൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം. സ്വന്തം നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ജനറൽ ആയിട്ടുള്ള കണ്ടീഷൻസ് പറയുകയാണെങ്കിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലായിരിക്കും ജോലി. അപ്പം ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ റെഡിയായുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി എന്ന കാര്യം മനസ്സിലായി. അതോടൊപ്പം ഇന്ത്യയിലെ എവിടെ, പാലക്കാടാണ് നിയമനമെങ്കിലും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫ്ലോർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മറ്റ് ബ്രാഞ്ചുകളിലുമൊക്കെ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി എന്നും പറഞ്ഞിട്ടുണ്ട്. നല്ല ആരോഗ്യവും ഫിറ്റ്നസ്സും ഉള്ളവരായിരിക്കണം. 1 മാസം ജോലി, 1 ദിവസം കാഷ്വൽ ലീവ് ലഭിക്കും. അങ്ങനെയാണ് ലീവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മളെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമനം എന്ന് പറഞ്ഞു. അതായത് ബ്രേക്ക് ഉണ്ടെങ്കിൽ 1 മാസം നോട്ടീസ് കൊടുക്കണം എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആ ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്യണം. അതോടൊപ്പം 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും അതുപോലെ മറ്റ് ബിടെക്കിന്റെ അല്ലെങ്കിൽ ഡിപ്ലോമയുടെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, അതുപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതിന്റെ കോപ്പി നമ്മൾ അറ്റസ്റ്റ് ചെയ്ത് അതുകൂടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതെല്ലാം കൂടി PDF ആയിട്ട് നമ്മൾ ഇമെയിൽ ആയിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത്. ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ ഫോം ഇതെല്ലാം കൂടി PDF ഫോർമാറ്റിൽ അയച്ച് ഇമെയിൽ അയച്ചു കൊടുക്കണം. ഇമെയിൽ careers@fcri.india.com എന്ന സൈറ്റിൽ എന്ന ഇമെയിൽ വേണം അയക്കുവാനായിട്ടല്ല. അയക്കുന്ന ഇമെയിലിന്റെ സബ്ജക്ട് ലൈനിൽ ട്രെയിനിങ് എഞ്ചിനീയർ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ട്രെയിനിങ് എഞ്ചിനീയർ ഡിപ്ലോമ എന്നൂടെ കാണിച്ചിരിക്കണം. അല്ല നമ്മൾ പോസ്റ്റ് ഒന്നും അയക്കേണ്ട ആവശ്യമില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ സ്കാൻ ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് നല്ല സ്കാൻ ചെയ്തെടുക്കണം ആപ്ലിക്കേഷൻ ഫോം എന്ന കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ള അവസരം പരമാവധി വിനോദ ഇതിലേക്ക് 2025 ഡിസംബർ 30 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. അതിന്റെ വെബ്സൈറ്റിൽ ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് എടുത്ത് ഫില്ല് ചെയ്ത് വേണം ഈ ഇമെയിലിലേക്ക് അയക്കാനായിട്ടുള്ളത്. ഇത്ര നേരം ഇവിടെ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുത്തോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.